ചാളക്ക് 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അരമുറി തേങ്ങ നമ്മൾ ചിരണ്ടിയത്, അതിൽ 4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഇതിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് വേണ്ടേ, ഒന്ന് വെന്തട്ടേ പുളി ഇട്ടോളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉരുളൻകിഴങ്ങ് വേഗം താമസം ഉണ്ടാവും. നമുക്ക് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടുണ്ട്. ഗ്യാസ് അടപ്പ് കത്തിക്കണേ. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വേപ്പിലയൊക്കെ എടുത്ത് ചതച്ചെടുക്കാം. ഇത് നല്ലോണം തിളച്ചാൽ മതി. ഇവിടെ ഇതേ തിളച്ച് തന്നേ ഉള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഒന്ന് വേകണം, എന്നിട്ടൊക്കെ വേണം നമുക്ക് പുളി ഇട്ട് കൊടുക്കാൻ. കറിക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി മീഡിയം സൈസ്, പിന്നെ 3 പച്ചമുളക്, ഒരു 10-12 അല്ലി ഉള്ളി. ഇതെല്ലാം നമുക്കിനി നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ കല്ലുകൊണ്ട്. കറി ഇതേ തിള വന്നുകൊണ്ടിരിക്കണേന് അപ്പോഴേക്കും നല്ലോണം തിളക്കണം, എന്നാലേ പുളിയൊക്കെ ഇറങ്ങുള്ളൂ. ഉരുളക്കിഴങ്ങ് ഒന്ന് വേകട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഒന്ന് പകുതി വേഗ് കഴിഞ്ഞെങ്കിലേ പുളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പിലൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഉള്ളിയല്ലേ നോക്കാൻ ചേർന്നു. ഒരു വേവ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മ പുളി വെള്ളത്തിലിട്ടുണ്ടായില്ല, ഇതാ പുളി ഒഴിക്കണേ കേട്ടാ ഇതിൻ്റെ അകത്തേക്ക്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഉള്ളി ഇട്ടാ. ഉള്ളി ഇടുന്നതിന്, ഇഞ്ചി ഇടുന്നതിന്, ഇഞ്ചി ഇട്ട പച്ച 2 വേപ്പില, മൂന്ന് വേപ്പില നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്നായിട്ട് വേണം നമുക്ക് ചാള ഇടാനായിട്ട്. അതൊന്ന് നല്ലോണം തിളക്കട്ടെ. 4 വയസ്സ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ചാള വറക്കി ഇടും കേട്ടോ അതിൻ്റെ അകത്തേക്ക്. അത് നമ്മൾ ചാള ഇടാൻ വേണ്ടി മീനിട്ടിട്ട് തിള വന്നുകൊണ്ടിരിക്കണേ. തിളച്ച് നല്ലോണം ആവുമ്പോഴേ കറിയുടെ കളറൊക്കെ വരുള്ളൂ. ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. ഞാനൊന്ന് ചിറ്റിച്ചു. നമ്മുടെ ചാളക്കറി ഇവിടെ സെറ്റായി. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് സൂപ്പറായിട്ടുണ്ട്.